ഷെർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമുക്കിന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റെഡിയാക്കിയാലോ? അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര്, ഉപ്പ്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് അല്പം വെള്ളം ചേർക്കാതെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതായത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ഒരു ചുവടുകട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടി വേണം അടുപ്പത്ത് വെക്കാൻ. അതിലേക്ക് എണ്ണയൊന്നും ചേർക്കാതെ അല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തതിൻ്റെ ശേഷം സവാള, കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നിരത്തി നല്ലതായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം എല്ലാം നല്ല സൂപ്പറായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു വശം വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അല്പം വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് എണ്ണ ചേർക്കാതെ സോഫ്റ്റായിട്ടുണ്ടാക്കുന്ന ചിക്കനാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കുറച്ചൊന്ന് ഒരുപാട് ഡ്രൈ ആകാതെ കുറച്ചൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. നല്ല ടേസ്റ്റായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല വറുത്തെടുത്ത ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഒക്കെയാണ് എനിക്ക് ഇതുവരെ എത്താനായിട്ടുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ബൈ.